അടുത്തത് ആനന്ദമഠം. ആനന്ദമഠം എന്നുള്ളത് ഒരു നോവലാണ്. ഓക്കെ, അപ്പൊ നീൽ ദർപ്പൺ എന്തായിരിക്കണം? ആൻസർ നോക്കിയേ. സന്ധ്യാകലാപം സിന്ധു കാനു, ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, പഴശ്ശിരാജ തലക്കൽ ചന്തു, കാൺപൂർ നാനാ സാഹിബ്. ഓക്കെ, മാപ്പിള കലാപം എവിടാണ്? ഏറനാട്, വള്ളുവനാട് പോലുള്ള മലബാറിലാണ് മാപ്പിള കലാപം. ഓക്കെ, മാപ്പിള ലഹള. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ പി തോമസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഹോട്ട് ടോപ്പിക്ക്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചോദ്യം, അതിൻ്റെ ആൻസർ, ചിലതൊക്കെ കറക്റ്റ് ഡയറക്റ്റ് അതിൻ്റെ ആൻസറിലേക്ക് മാത്രം പോകുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങളിത് പഠിക്കുക, ആ ടോപ്പിക്കുകളൊന്ന് പിക്ക് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നടന്നുപോയ CPO പരീക്ഷയിൽ ചോദിച്ചിരുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി ഒന്ന് അറിഞ്ഞു പോകാം. സോ നോക്കുക, താഴെ തന്നിരിക്കുന്ന പട്ടികയെ ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്നുള്ളൊരു ഭാഗം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്, ഒരു ചോദ്യ പാറ്റേണാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഉചിതമായ രീതിയിൽ പട്ടികയെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ പ്ലസ് അതിൻ്റെ താഴെ മറ്റൊരു ഓപ്ഷൻ, മാച്ച് ചെയ്തിട്ടുള്ളൊരു ഓപ്ഷനും നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പം ഓരോന്ന് മാച്ച് ചെയ്തതിന് ശേഷം ഓപ്ഷനിലേക്ക് ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് മാച്ച് ചെയ്യുക, അതിൻ്റെ ആൻസറിലേക്ക് പോവുക എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കി, സന്ധ്യാകലാപം ഓപ്ഷനകത്ത് തലക്കൽ ചന്തു, കാൺപൂർ, സിന്ധു കാനു, ഡൽഹി ഉണ്ട്. സോ സന്ധ്യാകലാപം നമുക്കറിയാം, സന്ധ്യാകലാപത്തിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സിന്ധുവും കാനുവുമാണ്. ഓക്കെ, സന്ധ്യാകലാപത്തിൻ്റെ ലീഡേഴ്സ് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? സിന്ധു കാനുവാണ്. ഇനി ബഹദൂർ ഷാ രണ്ടാമനുണ്ട്, അതുപോലെ തന്നെ നാനാ സാഹിബും ഉണ്ട്. സോ ബഹദൂർ ഷാ രണ്ടാമൻ കലാപത്തിന് നേതൃത്വം നൽകിയത് ഡൽഹിയാണ്. ബഹദൂർ ഷാ രണ്ടാമൻ, അപ്പം ഓർത്തു വെച്ചിരിക്കുക, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് 1857 കലാപം എന്നുള്ളത്. 1857 കലാപം എന്നുള്ള ഭാഗം, അതിൽ കലാപകാരികൾ എവിടെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? അതിന് കുറച്ച് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ഓരോ ലീഡേഴ്സും ഏത് മേഖലയിൽ, ഏത് പ്രദേശത്താണ് കലാപത്തിന് നേതൃത്വം നൽകിയത്, അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം, അത് കാണാപ്പാഠം പഠിച്ചിരിക്കണം. മിനിമം അതിനകത്തൊരു 4-5 പേരുടെ എങ്കിലും കാണാപ്പാഠം അറിഞ്ഞു വെച്ചിരിക്കണം. ഏതൊറക്കത്തിൽ ചോദിച്ചാലും ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനാണ് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി സോ മിച്ചം വന്നിരിക്കുന്ന ഒരു പ്രദേശം കാൺപൂരാണ്. സോ കാൺപൂരിനെ നമുക്ക് ആർക്ക് കൊടുക്കാം? നാനാ സാഹിബിന് കൊടുക്കാം. ഓക്കെ, ദെൻ പിന്നെ പഴശ്ശിരാജയോടൊപ്പം, പഴശ്ശി കലാപത്തിനൊക്കെ പഴശ്ശിരാജയ്ക്കൊപ്പം നിലനിന്നിരുന്ന ഒരു വ്യക്തിയാണ് തലക്കൽ ചന്തു. ഇപ്പോൾ പഴശ്ശിരാജയും തലക്കൽ ചന്തുവും എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. സോ ഞാൻ ആൻസർ അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻസർ നോക്കിയേ, സന്ധ്യാകലാപം സിന്ധു കാനു, ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, പഴശ്ശിരാജ തലക്കൽ ചന്തു, കാൺപൂർ നാനാ സാഹിബ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1857 റിവോൾട്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപം നയിച്ചിരിക്കുന്ന മേഖലകൾ ഒന്നറിയണം. അടുത്തൊരു ടോപ്പിക്കാണ്, ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് തന്നെ വരുന്നതാണ്, ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരൊക്കെ? അപ്പം ദേശീയതയെ പരിപോഷിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം, ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത് 10ാം ക്ലാസ്സിലെ സംസ്കാരവും ദേശീയതയും എന്നുള്ള ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൻ്റെ റിവിഷനകത്ത് ഞാൻ കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്ററിനെ, സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ളതിനെ 2 ഭാഗങ്ങളായിട്ട് എടുത്തിരുന്നു. അതിൽ ഈ സംസ്കാരവും ദേശീയതയും എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ സ്കൂൾ ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എൻട്രി ആപ്പിലുള്ള ആ ഒരു ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് യൂസ് ചെയ്യുക. ഇനി അതില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്കൂൾ ടെക്സ്റ്റ് അവൈലബിൾ ആയിരിക്കും. സ്കൂൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ അതിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്റർ ഒന്ന് നോക്കിയിരിക്കണം. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ഓക്കെ, ഇവിടെ നോക്കി, ഇന്ത്യയുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച സാഹിത്യകാരന്മാർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്നുള്ള നോവല് ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ്. ഓർത്തു വെച്ചിരിക്കുക. രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇഖ്ബാൽ, ലക്ഷ്മിനാഥ് സബ്രുവ, അതുപോലെ തന്നെ അൽതാഫ് ഹുസൈൻ ഹാലി തുടങ്ങിയവരൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ദേശീയതയെ പരിപോഷിപ്പിച്ച സാഹിത്യകാരന്മാരാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് ചോദ്യം ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏത് മേഖലയാണ്?
നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. ഇവിടെ ഓപ്ഷൻ നമുക്കിതൊന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് നോക്കാം. ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ് ബ്രഹ്മസമാജം. രാമകൃഷ്ണ മിഷൻ, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പോകാൻ പറ്റുന്ന, കൺഫ്യൂഷൻ ഇല്ലാത്തതിലേക്കാണ് പോകുന്നത്. രാമകൃഷ്ണ മിഷൻ കൃത്യമായിട്ട് അറിയാം, വിവേകാനന്ദനാണ്. കാരണം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. അദ്ദേഹത്തിന് ഗുരുവായിരുന്ന രാമകൃഷ്ണ പരമഹംസന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു രാമകൃഷ്ണ മിഷനെ വിവേകാനന്ദൻ സ്ഥാപിക്കുന്നത്. ഇനിയുള്ളത് രമാഭായിയുമുണ്ട്, അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതിയുമുണ്ട്. സോ ആര്യ മഹിളാ സമാജം അല്ലെ ആര്യ മഹിളാ സഭ പണ്ഡിത രമാഭായി ആണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഓപ്ഷനിലേക്ക് പോകാം. നമുക്ക് ചിലപ്പോൾ ഇൻ കേസ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ബ്രഹ്മസമാജം ആര്യ സമാജം ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്, അത് രാജാറാം മോഹൻ റോയ് ആണോ ദയാനന്ദ സരസ്വതി ആണോ, അങ്ങനെ കൺഫ്യൂഷൻ വരരുത്. ഇനി അഥവാ ഉണ്ട് എങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഓപ്ഷനിലെ മറ്റുള്ളതിനെ മാച്ച് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗം, അതായത് നവോത്ഥാന നായകന്മാർ എന്നുള്ള ഭാഗം, അവരുടെ സംഘടനകൾ എന്നുള്ള ഭാഗം എന്ത് ചെയ്യണം, ഒന്ന് അറിയണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചേ. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, ആര്യ മഹിളാ സഭ പണ്ഡിത രമാഭായി, രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ. ഓക്കെ ആണല്ലോ. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓർത്ത് വെക്കണേ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവന ഏത്? അലുമിനിയം പാത്രങ്ങളുടെ നിർമ്മിതി ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൺപാത്ര നിർമ്മാണത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അലുമിനിയം പാത്രങ്ങളുടെ നിർമ്മിതി, സ്വാഭാവികമായിട്ടും മൺപാത്രങ്ങളുടെ മേൽ അലുമിനിയം പാത്രങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ഒരു ഓൾട്ടർനേറ്റീവാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ, ഇതിവിടെ ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത നോക്കി. തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുകൽ പണിയുടെ തകർച്ചയ്ക്ക് കാരണമായി. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുകല് എന്താണ്, അത് എവിടേക്ക് കയറ്റുമതി ചെയ്യുന്നു? യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തുകലില്ലാതെ തുകൽപ്പണി നടത്താൻ പറ്റുകയല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതും എന്താണ് ഇവിടെ കാരണം? ശരിയാണ്. ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മരപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ശരിയാണ്. അപ്പം ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ എന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാരുടെ പ്രവർത്തന ഫലമായിട്ട്, ആധുനികവൽക്കരണത്തിൻ്റെ ഫലമായിട്ട്, ബ്രിട്ടീഷുകാർ ഇവിടെ പാശ്ചാത്യവൽക്കരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ തൊഴിൽ മേഖലകൾ തകർന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അലുമിനിയം പാത്രങ്ങൾ വന്നുകൊണ്ട് മൺപാത്ര വ്യവസ്ഥ, കരകൗശലത്തിന് മൺപാത്ര വ്യവസ്ഥ തകർന്നു, തുകൽ പണികൾ ഇന്ത്യയിൽ കുറഞ്ഞു. എന്തുകൊണ്ടാണ്? തുകൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തുകൽ എന്ത് ചെയ്യപ്പെട്ടു? ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടു. ലോഹനിർമ്മിത യന്ത്രങ്ങൾ വന്നതോടുകൂടി മരപ്പണികൾ എവിടെ കുറഞ്ഞു? ഇന്ത്യയിൽ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളും ഇവിടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ ആണ്. ഓക്കെ, ഇനി വീണ്ടും അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് മാച്ച് ദ ഫോളോയിങ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് പ്രധാനപ്പെട്ട കുറേ പോയിന്റുകൾ ആ രീതിയിലൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഒന്ന് നോക്കാം. സന്താ കലാപം, വീണ്ടും ഇവിടെ സന്താ കലാപം വന്നു. നേരത്തെ സന്താ കലാപത്തെ നമ്മൾ സിന്ധു കാനൂലാണ് മാച്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ സന്താ കലാപത്തിൽ സിന്ധു ഇല്ല, കാനു ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഏത് മാച്ച് ചെയ്യാൻ പറ്റും? രാജ്മഹൽ കുന്നുകൾ മാച്ച് ചെയ്യാൻ പറ്റും. സന്താൾ അധിവസിച്ചിരുന്ന ഭൂമി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദാമിനി കൊഹക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, സന്താളുകൾ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? ദാമിനി കൊഹക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സന്താൾ കലാപം അരങ്ങേറിയ പ്രദേശമാണ് രാജ്മഹൽ കുന്നുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മാപ്പിളക്കലാപം എവിടാണ്? മലബാറിലാണ് മാപ്പിളക്കലാപം. ഓക്കെ, മാപ്പിളക്കലാപം എവിടാണ്? ഏറനാട്, വള്ളുവനാട് പോലുള്ള മലബാറിലാണ് മാപ്പിളക്കലാപം. ഓക്കെ, മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി കുറിച്യ കലാപം സ്വാഭാവികമായിട്ടും വയനാട്ടിലാണ്. കുറിച്യ കലാപം എവിടാണ്? വയനാട്ടിലാണ്. അടുത്ത ചോർച്ചാ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ്? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടതാണ് ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, ലാലാ ലജ്പത് റായിയുമായി ബന്ധപ്പെട്ടത് സേഫ്റ്റി വാൽവ് സിദ്ധാന്തമാണ്, സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. ചോർച്ചാ സിദ്ധാന്തം, ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടൻ ചോർത്തുന്നു എന്നുള്ള ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്?
ദാദാഭായ് നവറോജിയാണ്. സോ ഉത്തരത്തിലേക്ക് വരുന്നു. സന്ധാ കലാപം രാജ്മക്കൽക്കുന്ന്, മാപ്പിള കലാപം മലബാർ, കുറിച്യ കലാപം വയനാട്, ദെൻ ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. തന്നിട്ടുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇത് നല്ലൊരു റയർ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു മോഡലിലുള്ള ചോദ്യങ്ങൾ, നമ്മൾ അനലോഗി എന്നുള്ള സംഭവങ്ങളാണ്. അത് ഒന്ന് നോക്കി വെക്കുക. എന്താണ് നോക്കിയേ, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം എന്നാണ് അദ്ദേഹവുമായി ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പം വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ കൃതി ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? മലയാളം എന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ബി അൽത്താഫ് ഹുസൈൻ ഹാലി. അൽത്താഫ് ഹുസൈൻ ഹാലി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതാണ് അവിടുത്തെ ചോദ്യം. ഓപ്ഷനകത്ത് ഉറുദു ഉണ്ട്, ഹയാത്തി ജാവിദ് ഉണ്ട്, അതുപോലെ തന്നെ മറാത്തി ഉണ്ട്, ഹിന്ദി ഉണ്ട്. സോ ഇവിടെ ഹയാത്തി ജവീദ് എന്നുള്ളത് അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ കൃതിയാണ്. ഓക്കെ, അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിൽ എഴുതിയ കൃതിയാണ് ഹയാത്തി ജവീദ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ് വരേണ്ടത്? ഉറുദു ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. കാര്യം ആദ്യത്തേതിൻ്റെ ബന്ധം മനസ്സിലാക്കി രണ്ടാമത്തെ ബന്ധം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞത്. ആദ്യത്തേത് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലാണ് കൃതി എഴുതിയത്. അപ്പോൾ അൽത്താഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിൽ കൃതി എഴുതി എന്നുള്ളതാണ് അവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഏത് ഭാഷയാണ്? ഉറുദു ഭാഷ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഭാരത് മാത. ഭാരത് മാത അപനീന്ദ്രനാഥ ടാഗോർ എന്നുള്ള പേരുമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഭാരത് മാത ആരുമായിട്ടാണ്? അപനീന്ദ്രനാഥ ടാഗോറുമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. സതി. സതി അപ്പോൾ ആരുമായിട്ടാണ്? അതായത് ഭാരത് മാത എന്നുള്ള പെയിന്റിങ് അപനീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. അപ്പോൾ സതി എന്നുള്ള പെയിന്റിങ് ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനിൽ നന്ദലാൽ ബോസ് ഉണ്ട്, അമൃത അശോക് ഉണ്ട്, പ്രേംചന്ദ് ഉണ്ട്, സുബ്രഹ്മണ്യ ഭാരതി ഉണ്ട്. ഉത്തരം ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഈ ഒരു സതി എന്നുള്ള സതി, ഗ്രാമീണ ചണ്ടക്കാരൻ എന്നിവയൊക്കെ ആരുടേതാണ്? നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങളാണ്. ഓക്കെ, അടുത്തത് ആനന്ദമഠം. ആനന്ദമഠം എന്നുള്ളത് ഒരു നോവലാണ്. ഓക്കെ, അപ്പൊ നീൽ ദർപ്പൺ എന്തായിരിക്കണം? ആനന്ദമഠത്തിനെ നോവലുമായിട്ടാണ് കൂട്ടിയതെങ്കിൽ നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ഓപ്ഷനിലുണ്ട്. ശരിയാണ്, നീലബന്ധു മിത്രയുടെ നാടകമാണ് ഏത്? നീൽ ദർപ്പൺ. അപ്പോൾ ഇവിടെ ഏത് വരണം? നാടകമാണ് വരേണ്ടത്. ഓക്കെ, ആനന്ദമഠം എന്നുള്ള നോവലാണ്. ഇവിടെ ആനന്ദമഠം എന്നുള്ള നോവലിന്റെ സ്ഥാനത്ത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നുള്ളതാണ് ചേർത്ത് വെച്ചിരുന്നതെങ്കിൽ ഉത്തരം ആര് തന്നെ വരണം? ദീനബന്ധു മിത്ര വരണം. പക്ഷെ ഇവിടെ ആനന്ദമഠത്തിനെ നോവലുമായിട്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത്? നാടകം എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ബംഗാളിലെ നീലം കർഷകരുടെ യാതനകളെ പറ്റി ദീനബന്ധു മിത്ര രചിച്ചിരുന്ന ഒരു നാടകമാണ് നീൽ ദർപ്പൺ എന്നുള്ളത്. ഈ നീൽ ദർപ്പൺ എന്നുള്ള നാടകത്തെ ഏറ്റവും കൂടുതലായിട്ട് പ്രചരിപ്പിച്ച ഒരു പാർട്ടിയാണ്, ഒരു അസോസിയേഷനാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളത്. സോ ആ ഓപ്ഷൻ എല്ലാം തന്നെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നീൽ ദർപ്പണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഏത് എഴുതുക എന്നുള്ളതാണ്. നാടകം എന്നുള്ളത് ഉത്തരമായിട്ട് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരിക്കലും നീൽ ദർപ്പൺ കണ്ടിട്ട് ആദ്യമേ ചാടിക്കേറി നീൽ ദർപ്പൺ ഹായ് ദീനബന്ധു മിത്രയുടെ നാടകം. സോ നീലബന്ധു മിത്രേനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറും? ഉത്തരം റോങ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ ചോദ്യം എന്താണ്? എങ്ങനെയാണ് അവർ ബന്ധിപ്പിച്ചിരിക്കുന്നത്? എയുമായിട്ട് എയിനെ എങ്ങനെ മാച്ച് ചെയ്തിട്ടുണ്ടോ അതേ കൺസെപ്റ്റിൽ ഏതിനെ മാച്ച് ചെയ്യുക? ബി മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ആര്യസമാജം. ആര്യസമാജം ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യസമാജം. അപ്പോൾ രാമകൃഷ്ണ മിഷൻ ആര് സ്ഥാപിച്ചതാണ്? രാമകൃഷ്ണ മിഷൻ രാജാറാം മോഹൻ റോയ്, വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസൻ, ദെൻ 1897. ഇതിൽ ആര്യസമാജം ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിച്ചതെങ്കിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. ഉത്തരം വിവേകാനന്ദനാണ് വരേണ്ടത്. എന്നാണ് സ്ഥാപിച്ചത്? 1897 സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസന് അദ്ദേഹത്തിനോടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഏത് സ്ഥാപിക്കുന്നത്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുന്നു. ദേശീയതയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടേബിള് സ്കൂൾ പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഈ ഒരു ടേബിള് നമ്മളൊന്ന് അറിഞ്ഞു പോകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ദേശീയതയുമായി ബന്ധപ്പെട്ട്
റിപ്പീറ്റ് ചെയ്ത് അറിഞ്ഞു പോകേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ഇനിയൊന്ന് പറഞ്ഞു പോകാം. കുറച്ച് ഏരിയകളൊന്ന് പറയാം. കൃതികൾ ഓർത്ത് വെച്ചിരിക്കുക. ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയതാണ്. ഓക്കെ, എന്താണ് ഗോര ഗീതാഞ്ജലി എന്നുള്ളത്? രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയ കൃതികളാണ്. സേവാദാസൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ എഴുതിയ കൃതികളാണ്. ഓർത്ത് വെച്ചിരിക്കുക, പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലാണ് കൃതികൾ എഴുതിയിരിക്കുന്നത്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ ആരുടേതാണ്? പ്രേംചന്ദിൻ്റെ കൃതികളാണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷ. തമിഴ് ഭാഷയിൽ സുബ്രഹ്മണ്യ ഭാരതി എഴുതിയ കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ. ഓക്കെ ആണല്ലോ. ഇനി ബാക്കി അൽത്താഫ് ഹയാത്തി സാദിയും ഹയാത്തി ജവീദും അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിൽ എഴുതിയ കൃതികളാണ്. ഉറുദു ഭാഷയിൽ അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ 2 കൃതികളാണ് ഹയാത്തി സാദിയും ഹയാത്ത് ഇ ജവീദും. ഇനി മറാത്തി ഭാഷയിൽ നിബന്ധമാല എന്നുള്ള കൃതി രചിച്ചത് ആരാണ്? വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ ആണ് മറാത്തി ഭാഷയിൽ നിബന്ധമാല എന്ന കൃതി രചിച്ചത്. ഇനി വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ എഴുതിയ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ മലയാള ഭാഷയിൽ എഴുതിയ കൃതിയാണ്. ഓക്കെയാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക്, അടുത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് വരുന്നു. ദേശീയതയുമായി ബന്ധപ്പെട്ട് സാഹിത്യം, സംസ്കാരം, ദേശീയത ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ഭാരതമാത എന്ന ജലച്ഛായം വരച്ചത് അപനീന്ദ്രനാഥ് ടാഗോറാണ്. ഭാരതമാത എന്ന ജലച്ഛായം വരച്ചത് ആരാണ്? അപനീന്ദ്രനാഥ് ടാഗോറാണ്. ഇനി കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റ് ആർട്സ് സ്ഥാപിച്ചതും ആരാണ്? അപനീന്ദ്രനാഥ് ടാഗോറാണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റ് ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അപനീന്ദ്രനാഥ് ടാഗോറാണ്. ഇനി ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷേർഗില്ലാണ്. അമൃത ഷേർഗില്ലാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത്. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഓക്കെ, ഭാരതമാത എന്ന ചിത്രം അപനീന്ദ്രനാഥ് ടാഗോർ, അതുപോലെ തന്നെ ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ, സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്. കൊൽക്കത്ത കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റ് ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അപനീന്ദ്രനാഥ് ടാഗോർ. സാഹിത്യവും കലയും ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഭാരതമാത എന്ന പെയിന്റിങ് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ, എന്ന ജലച്ഛായം ആരുടേത് എന്ന് ചോദിച്ചാൽ അപനീന്ദ്രനാഥ് ടാഗോറും. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആരൊക്കെ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ്? ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും ചേർന്ന് അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ്. ഓക്കെ, ഇനി ആനന്ദമഠം 1882 ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്. ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ ആനന്ദമഠം എന്നുള്ള നോവൽ രചിച്ചിരിക്കുന്നത്. ആനന്ദമഠം നോവലിലെ പ്രമേയം ബംഗാളിലെ കർഷകർ നടത്തിയ ഒരു സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ആനന്ദമഠത്തിൽ ഉള്ളത്. ഇനി ആനന്ദമഠത്തിലൂടെയാണ് വന്ദേ മാതരം എന്നുള്ള ഗാനം എടുത്തിട്ടുള്ളതും ആനന്ദമഠത്തിൽ നിന്നാണ്. ഇനി അടുത്തത് നോക്കിയേ, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ യാതനകളെ, കൊടിയ ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. ഓക്കെ, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന യാതനകളെ പറ്റിയുള്ള നീൽ ദർപ്പൺ എന്ന നാടകം അവതരിപ്പിച്ചത് ദീനബന്ധു മിത്രയാണ്. ഓക്കെ, 1859-60 കാലഘട്ടത്തിലാണ് ബംഗാളിൽ നീലം കർഷകരുടെ ഒരു ഇൻഡിഗോ കലാപമൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യ എമ്പാടും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത
ഒരു സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളത്. സോ നീൽ ദർപ്പണത്തിൻ്റെ ചിത്രീകരണവും അതിലെ കർഷകരുടെ പ്രശ്നങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇന്ത്യ മുഴുവനായും ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളത്. ഈ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പം വളരെ ക്വിക്കായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കി പോവുകയാണേ. ഓക്കെ, അടുത്ത നോക്കി. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരാണ്? മുഹമ്മദ് ഇഖ്ബാൽ ആണ്. അപ്പൊ സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള ഗാനം രചിച്ച ഉറുദു കവി ആരാണ്? മുഹമ്മദ് ഇഖ്ബാൽ ആണ്. ഇനി സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനത്തിന് ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കറാണ്. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് ജന്മഭൂമി എന്നുള്ളത്. ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചതും ആര് തന്നെയാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് ജന്മഭൂമി. നമ്മൾ പ്രേമാശ്രമവും അതുപോലെ തന്നെ കിളിപ്പാട്ടും അതുപോലെ തന്നെ കളിപ്പാട്ടും കുയിൽപ്പാട്ടും ഒക്കെ നമ്മൾ പഠിച്ചു. ആ തമിഴ് ഭാഷയിൽ അദ്ദേഹം എഴുതിയ മറ്റൊരു കൃതിയാണ് ജന്മഭൂമി എന്നുള്ളത്. ഓടി വിളയാട് പാപ്പ എന്ന ഗാനവും ആരുടേതാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ഇനി ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിച്ച ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ചോർച്ച സിദ്ധാന്തം, ദാദാഭായ് നവറോജി. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം, സേഫ്റ്റി വാൽവ് സിദ്ധാന്തം. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ലാല ലജ്പത് റായ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകം എന്ന കൃതി രചിച്ചത് ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ്. സോ INCയുടെ ചരിത്രകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന പുസ്തകം എന്ന കൃതി രചിച്ചത് ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ്. ഇനി ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശഭക്തി ഗാനമാണ് അമർ സോന ബംഗ എന്നുള്ളത്. ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശഭക്തി ഗാനമാണ് അമർ സോന ബംഗ എന്നുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ഇപ്പം രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന രചിച്ചിരുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ബിപിൻ ചന്ദ്രപാലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സോൾ ഓഫ് ഇന്ത്യ. 1911 ബിപിൻ ചന്ദ്രപാലിൻ്റെ ഒരു പ്രധാന കൃതിയായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന ഒന്നാണ് സോൾ ഓഫ് ഇന്ത്യ എന്നുള്ളത്. വൈ ഐ ആം എൻ എത്തിസ്റ്റ് എന്നുള്ളത് ഭഗത് സിംഗിൻ്റെ കൃതിയാണ്. വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്നുള്ളത് ആരുടെയാണ്? ഭഗത് സിംഗിൻ്റെ കൃതിയാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? രാമചന്ദ്ര ഗുഹയാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്നുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? രാമചന്ദ്ര ഗുഹ ആണ്. ഇനി വിചാരണ വേളയിൽ ഗോഡ്സെയുടെ വെളിപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് വൈ ഐ കിൽഡ് ഗാന്ധി എന്നുള്ളത്. വിചാരണ വേളയിലെ ഗോഡ്സെയുടെ വെളിപ്പെടുത്തലുകൾ, അതായത് മഹാത്മാഗാന്ധിയെ വധിച്ച നാഥുറാം വിനായക ഗോഡ്സെയുടെ വെളിപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് വൈ ഐ കിൽഡ് ഗാന്ധി എന്നുള്ളത്. ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ജോൺ റിക്സിൻ്റെ പുസ്തകമാണ് അൺടു ദി ലാസ്റ്റ് എന്നുള്ളത്. ഗാന്ധിജിയെ സ്വാധീനിച്ച ജോൺ റിക്സിൻ്റെ പുസ്തകമാണ് അൺടു ദി ലാസ്റ്റ് എന്നുള്ളത്. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യമാണ് ധർമ്മസൂര്യൻ എന്നുള്ളത്. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യം പുസ്തകം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യമാണ് ധർമ്മസൂര്യൻ എന്നിവ. ഓക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഈ ഒരു പരീക്ഷയെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. കാര്യം ചില പുസ്തകങ്ങളുടെ ഓതർ ആര് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓൾറെഡി കണ്ടുപോയ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ് ടുവേഴ്സ് ഫ്രീഡം. 1936 ടുവേഴ്സ് ഫ്രീഡം എന്നുള്ള
ആ ഒരു ആത്മകഥ, അതുപോലെ തന്നെ ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ളതും ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റു അഹമ്മദ് നഗറിലെ ജയിലിൽ വെച്ച് എഴുതിയ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ എഴുതിയ അഹമ്മദ് നഗറിലെ ജയിലിൽ വെച്ച് അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവർ ഇന്ത്യ എന്നുള്ള ആ ഒരു പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. നെഹ്റു ആൻഡ് ഹിസ് വിഷൻ എഴുതിയത് ആരാണ്? KR നാരായണനാണ്. നെഹ്റു ആൻഡ് ഹിസ് വിഷൻ എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? KR നാരായണനാണ്. ഇനി മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഏത്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത്. ജയപ്രകാശ് നാരായണൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് പ്രിസൺ ഡയറി എന്നുള്ളത്. ജയപ്രകാശ് നാരായണൻ്റെ പ്രധാനപ്പെട്ട JPയുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് പ്രിസൺ ഡയറി എന്നുള്ളത്. അതുപോലെ തന്നെ ലോക നായക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. ലോക നായക് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? JP ആണ്, ജയപ്രകാശ് നാരായണനാണ്. തിലകൻ ബർമയിലെ മണ്ടേല ജയിലിൽ വെച്ച് രചിച്ച മറാഠി കൃതിയാണ് ഗീതാരഹസ്യം എന്നുള്ളത്. എന്താണ്? തിലകൻ്റെ ഒരു പുസ്തകമാണ്. ബാലഗംഗാധര തിലകൻ ബർമയിലെ മണ്ടേല ജയിലിൽ വെച്ച് രചിച്ച ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഗീതാരഹസ്യം എന്നുള്ളത്. ദി ആർട്ടിക് ഹോംസ് ഇൻ വേദാസ് എന്നുള്ളത് രചിച്ചതും ആര് തന്നെയാണ്? ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ അൺട്രസ്റ്റ് എന്നുള്ള പുസ്തകത്തിലാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ആൻഡമാൻ ജയിൽ ജീവിതത്തെ ആസ്പദമാക്കി VD സവർക്കർ രചിച്ച കൃതിയാണ് കാലാപാനി. ഓക്കെ, ആൻഡമാനിലെ ജയിൽ ജീവിതത്തെ ആസ്പദമാക്കി VD സവർക്കർ എഴുതിയ കൃതിയാണ് കാലാപാനി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലക്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, സുഭാഷ് ചന്ദ്രബോസ്. ഇൻകുലാബ് സിന്ദാബാദ്, ഭഗത് സിംഗ്. സോ ഇൻകുലാബ് സിന്ദാബാദ് ആരുടേതാണ്? ഭഗത് സിംഗ് ആണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണത്, ഞാൻ നേടുക തന്നെ ചെയ്യും, ബാലഗംഗാധര തിലക്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിലെ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത്, അപ്പം തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്തു. ഓക്കെ, ഇന്ത്യയിലെ തുണി വ്യവസായം തകരാനായിട്ടുള്ള ഒരു കാരണം അതാണ്. കാരണം ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ, ക്വാളിറ്റി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ തദ്ദേശ നിർമ്മിതമായിട്ടുള്ള തുണി വ്യവസായത്തിന് തകർച്ച നേരിട്ടു. റെയിൽവേ വ്യാപകമായത് തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. കാര്യം എന്തുകൊണ്ടാണ്? പല ഭാഗങ്ങളിലേക്കും ബ്രിട്ടീഷുകാർക്ക് അവരുടെ പ്രൊഡക്റ്റുകളെ എത്തിക്കാനായിട്ട് സാധിച്ചു. ഇനി ബ്രിട്ടീഷ് ഗവൺമെൻറ് കയറ്റുമതിക്ക് ചുമത്തിയ ഉയർന്ന നികുതി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിന് നികുതി ഏർപ്പെടുത്തി എന്നുള്ളത് ഇന്ത്യയിലെ തുണി വ്യവസായത്തിന് ഒരു തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും ഇന്ത്യയിലെ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും അവിടെ അതുമായി ബന്ധപ്പെട്ട് ശരിയാണ്. ചോർച്ച സിദ്ധാന്തം പ്രതിപാദിപ്പിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത്. സന്താൾ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബ്രിട്ടീഷുകാരുടെ വന നിയമങ്ങൾ, ബ്രിട്ടീഷുകാരുടെ വനവിഭവ ചൂഷണം, ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങൾക്ക് മേൽ ചുമത്തിയ വൻ നികുതി ഭാരം. അപ്പം എന്തായിരുന്നു സന്താൾ കലാപത്തിൻ്റെ കാരണം? ബ്രിട്ടീഷുകാരുടെ വന നിയമം കാരണമായിരുന്നു, ബ്രിട്ടീഷുകാരുടെ വനവിഭവ ചൂഷണം കാരണമായിരുന്നു, ഗോത്ര ജനത വിഭാഗത്തിൻ്റെ മേൽ ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ച അമിത നികുതി ഭാരം സന്താൾ കലാപത്തിന് കാരണമായി. ദേശീയ പതാകയിൽ ഗാന്ധിജി ഉപയോഗിച്ച ചർക്ക എന്തിൻ്റെ പ്രതീകമായിരുന്നു? ഇന്ത്യൻ ജനതയുടെ സ്വയാശ്രയത്വത്തിൻ്റെയും വിദേശ ആധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു. അപ്പം നമ്മുടെ ഒരു സെൽഫ് റിലയൻസിൻ്റെ അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻസിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന
ഒരു തദ്ദേശീകരണത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഗാന്ധിജിയുടെ ചർക്കയെ ദേശീയ പതാകയിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ വിദേശാധിപത്യത്തിനെതിരായ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതീകമായിട്ടും അതിനെ കണക്കാക്കുന്നു. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടല്ല, ഡയറക്റ്റ് മാച്ച് ചെയ്തിട്ടാണ് നൽകിയിരിക്കുന്നത്. സോ ഇത് നിർബന്ധമായിട്ടും ഒന്ന് കാണാപ്പാഠം പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ സാഹിത്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണിത്. കഴിഞ്ഞ CPO പരീക്ഷയിൽ ഇതിൽ നിന്നുള്ള ചോദ്യവും ഒക്കെ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. അപ്പം ജി ജി അഗാക്കറുടെ നേതൃത്വത്തിലാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, ജി അഗാക്കറുടെ നേതൃത്വത്തിലാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ഡി കെ കർവോ ആണ് വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത്. ഓക്കെ, ഡി കെ കർവോ ആണ് വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. വനിതാ സർവകലാശാല അതായത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? DV കർവോയുടെ നേതൃത്വത്തിലാണ്. ഇനി ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത്. അപ്പം ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. ഇനി അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റ് ആർട്സ് സ്ഥാപിക്കുന്നത്. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റ് ആർട്സ് സ്ഥാപിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നത്. ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ DK കർവോ ആണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? GG അഗാക്കർ എന്നുള്ളത്. ഈ ഒരു ടേബിൾ അവിടെ ഒന്ന് അറിയുക. ഇനി വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോറാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളുടെ സംയോജനത്തിലുള്ള വിദ്യാഭ്യാസ രീതി, അന്തർദേശീയ സാഹോദര്യം എന്നിവ വളർത്തുക. എന്താണ്? പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളുടെ സംയോജനത്തിലൂടെയുള്ള വിദ്യാഭ്യാസ രീതി. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ രീതിയും പൗരസ്ത്യ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ രീതിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയെ ആവിഷ്കരിക്കുക. അതുപോലെ തന്നെ അന്തർദേശീയ സാഹോദര്യം ഉറപ്പുവരുത്തുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതി സർവകലാശാലയെ സ്ഥാപിക്കുന്നത്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിൽ നിന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി ആയിരുന്നു. മൗണ്ട് ബാറ്റന്റെ ഇന്ത്യ വിഭജന സിദ്ധാന്തത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഡിക്കി ബോർഡ് പദ്ധതി, ജൂൺ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. സോ ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി, ആ മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രത്യേക രാജ്യമുണ്ടാക്കുക. ഓക്കെ, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പുതിയ ഡോമിനൻ്റ് സൃഷ്ടിക്കുക എന്നുള്ളത്. പഞ്ചാബ്, ബംഗാൾ എന്നിവയുടെ വിഭജനം, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേരണോ വേണ്ടയോ എന്ന ഹിതപരിശോധന. അപ്പം മൗണ്ട് ബാറ്റൻ പദ്ധതിയിലെ 3 പ്രധാനപ്പെട്ട തത്വങ്ങളാണ്, ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക രാജ്യം സ്ഥാപിച്ചു കൊടുക്കുക, ഇപ്പം മുസ്ലിമുകൾക്കായിട്ടൊരു പ്രത്യേക രാജ്യം ഉണ്ടാക്കുക. 2, പഞ്ചാബ്, ബംഗാൾ എന്നിവയെ വിഭജിക്കുക. 3, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാനിൽ ചേരണോ ഇന്ത്യയിൽ ചേരണോ എന്നുള്ള രീതിയിൽ ഒരു ഹിതപരിശോധന നടത്തുക. ഇനി കാലഗണനാ ക്രമത്തിൽ എഴുതുക. സോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന മറ്റൊരു ചോദ്യമാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഇത് പഠിച്ചു പോന്നു കഴിഞ്ഞാൽ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നോക്കിയേ, ക്വിറ്റ് ഇന്ത്യ സമരമുണ്ട്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, ഖേദ സത്യാഗ്രഹം അല്ലെങ്കിൽ ഖേദയിലെ കർഷക സമരം, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. സോ നമുക്ക് വർഷം ഇട്ടിട്ട് പോകാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം.
ഓക്കെ, 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1934 ആണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. ഖേദയിലെ കർഷക സമരം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് ചമ്പാരനും അഹമ്മദാബാദും ഖേദയും. അതിൽ ചമ്പാരൻ 1917 അഹമ്മദാബാദും ഖേദയും 1918 അറിയാം. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ സമരമായ ഖേദ 1918. സോ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കാണ് ഗാന്ധിജിയുടെ ആദ്യകാല പ്രക്ഷോഭങ്ങൾ അറിഞ്ഞിരിക്കണം. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്ന ഡേറ്റ് 1915 ജാനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലെത്തി. അതിനുശേഷം ഗാന്ധിജി ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് പഠിക്കുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പിന്നെ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ചമ്പാരൻ, അഹമ്മദാബാദിലെ മിൽപ്പണിമുടക്ക്, ഖേദ സത്യാഗ്രഹം, പിന്നെ റൗലറ്റ് ആക്ട്. അതിനുശേഷമാണ് നിസ്സഹകരണ സമരത്തിലേക്ക് ഗാന്ധിജി വരുന്നത്. ഗാന്ധിജിയുടെ ആദ്യ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘനം. ഗാന്ധിജിയുടെ മൂന്നാമത്തെയും കോൺഗ്രസിൻ്റെയും ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അവസാന ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അപ്പം ഇത് ഇത്രയും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കണം. അപ്പം ഖേദ 1918. പിന്നെ അടുത്തൊരു ഹോട്ട് ടോപ്പിക്കാണ് INCയുടെ ലാഹോർ സമ്മേളനം. INCയുടെ ലാഹോർ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാണ് 1929 INCയുടെ ലാഹോർ സമ്മേളനം. ഈ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായ 1930 ജാനുവരി 26 പ്രഖ്യാപിച്ചതും ഈ ലാഹോർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ. അപ്പം ഈ ഒരു ടോപ്പിക്കും എന്താണ് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് പിക്ക് ചെയ്ത് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. INCയുടെ സമ്മേളനത്തിൽ ലാഹോർ സമ്മേളനം അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ ആണ്. അപ്പം ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് വന്ന് നമുക്ക് വർഷങ്ങളെല്ലാം കിട്ടി. കാലഗണനാക്രമത്തിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നടന്നത് ഏതാണ്? ഗാന്ധിജിയുടെ ഖേദയിലെ സത്യാഗ്രഹം. രണ്ടാമത് ലാഹോർ സമ്മേളനം. 3 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണം. 4 ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ആൻസർ മറ്റ് സ്വാഭാവികമായിട്ട് ഇത് കൂടാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഡീകോഡ് ചെയ്യാനായിട്ടുള്ള AB കോഡ് ഉണ്ടാകും. അത് വെച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഉത്തരം ഖേദ സത്യാഗ്രഹം 1918, ലാഹോർ സമ്മേളനം 1929, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934, ക്വിറ്റ് ഇന്ത്യ 1942. അടുത്തത് വ്യക്തിയെ തിരിച്ചറിയുക. മറ്റൊരു റെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ചിലപ്പോൾ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ 3 സ്റ്റേറ്റ്മെൻറ്റും വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഏത് വ്യക്തിയിലേക്കാണ് എത്തുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. ഓപ്ഷൻ അതിനനുസരിച്ചുണ്ടാവും. ഞാനിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇന്ത്യക്കായി സിംഗപ്പൂരിൽ താൽക്കാലിക ഗവൺമെൻറ്റിനെ രൂപീകരിച്ച, ജപ്പാൻ ആർമിയുടെ സഹായത്തോടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നേറിയ, ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തിയ, ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയെ രൂപീകരിച്ച വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. അപ്പം ഈ ഒരു രീതിയിൽ വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ള രീതി 1-2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഏത് വ്യക്തിയിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. അതൊരു ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? തേഭാഗ സമരം, തെലങ്കാന, ക്വിറ്റ് ഇന്ത്യ, നാവിക കലാപം. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്. ബാക്കിയുള്ളവയെല്ലാം തേഭാഗയും തെലങ്കാനയും നാവിക കലാപവും എല്ലാം തൊഴിലാളി കർഷക പ്രക്ഷോഭമാണ് എങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമായിരുന്നു. ഇനി തേഭാഗ, തെലങ്കാന, നാവിക കലാപം എല്ലാം തന്നെ 1946-47 കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഇതിൽ ഒന്നുകൂടെ വരും, പുന്നപ്ര വയലാറ് നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാം. എന്നാൽ ക്വിറ്റ് ഇന്ത്യ 1942 ഉണ്ടായതാണ്. അങ്ങനെയും വേണമെങ്കിൽ ഇതിനെ കൂട്ടത്തിൽപ്പെടാത്തതെന്ന് പറയാം. പക്ഷെങ്കിൽ ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ആ സമരങ്ങളുടെ സ്വഭാവത്തിനനുസൃതമായിട്ടാണ് തേഭാഗയും തെലങ്കാനയും നാവിക കലാപവും തൊഴിലാളി കർഷക കലാപങ്ങളാണ്. ഇനി INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്തത് കുറച്ച് മാച്ച് ദ ഫോളോയിങ്. ഞാനത് ചേരുംപടി ചെയ്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോ അത് ആ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക.
അഭിനവ ഭാരത സൊസൈറ്റി ആരാണ്? VD സവർക്കർ ആണ് അതിന്റെ സ്ഥാപകൻ. ഗദ്ദാ പാർട്ടി സ്ഥാപകൻ ലാലാ ഹർദയാൽ. ഗദ്ദാ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാൽ. അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പുലയൻ ബിഹാരി ദാസ്. അനുശീലൻ സമിതി പുലയൻ ബിഹാരി ദാസ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. അനുശീലൻ സമിതി പുലയൻ ബിഹാരി ദാസ് ആണ്. ഗദ്ദാ പാർട്ടി ലാലാ ഹർദയാലാണ്. അഭിനവ ഭാരത സൊസൈറ്റി VD സവർക്കർ ആണ്. ഇനി അടുത്തതിലേക്ക് HSRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അല്ലെങ്കിൽ റിപ്പബ്ലിക് ആർമി ആരാണ്? ഭഗത് സിംഗ് ആണ്. സ്വരാജ് പാർട്ടി ZR ദാസ്. അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു വന്നു കഴിഞ്ഞാലും സ്വരാജ് പാർട്ടി കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണനാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ളത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണൻ. സ്വരാജ് പാർട്ടി ZR ദാസ്. ദെൻ HSRA ഭഗത് സിംഗ്. വീണ്ടും ലാഹോർ സമ്മേളനം ഏതാണ് വർഷം? 1929. ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ അധ്യക്ഷൻ. HSRAയുമായി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ 1928 അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് രാജ്ഗുരു. അപ്പം ഭഗത് സിംഗ് ഉണ്ട്, രാജ്ഗുരു ഉണ്ട്, സുഖദേവ് ഉണ്ട്, ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്. ഇവരൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ടവരാണ്. റൗലറ്റ് നിയമം, കരിനിയമം എന്നറിയപ്പെടുന്നു. ഗാന്ധിജിയാണ് റൗലറ്റ് ആക്ടിനെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത്. റൗലറ്റ് ആക്ട് LGS പരീക്ഷയിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. റൗലറ്റ് ആക്ട് നോക്കിപ്പോകുന്നത് നല്ലതാണ്. 1919 റൗലറ്റ് ആക്ട് വരുന്നത്. സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് ആക്ടിനെ കൊണ്ടുവരുന്നത്. ഓക്കെ. വിചാരണ കൂടാതെ തടവിൽ വെക്കാനായിട്ടും അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ടും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ടും വിചാരണയ്ക്കായിട്ട് 3 ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഒരു പ്രത്യേക കോടതിയെ സെറ്റപ്പ് ചെയ്ത ഒരു നിയമമാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നിയമമാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇനി അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918 ഗാന്ധിജിയാണ് അതിന് നേതൃത്വം നൽകിയത്. അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗാന്ധിജിയെ അറിയിച്ചത് അനുസൂയ ബഹനാണ്. ഇനി ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചശീല തത്വമാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് എന്താണ്? പഞ്ചശീല തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ വിദേശ നയം. ഇനി ഇന്ത്യൻ വിദേശ നയത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കണേ. എന്താണ്? ചേരിചേരായ്മ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അഥവാ NAM. പിന്നെന്താണ്? പഞ്ചശീല തത്വം, സാമ്രാജ്യത്വത്തോടും കൊളോണിയലിസത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയ്ക്കുള്ള ഊന്നൽ, ഇവയെല്ലാം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെയാണ്? ചേരിചേരായ്മ, പിന്നെ പഞ്ചശീല തത്വം, സാമ്രാജ്യത്വത്തോടും കൊളോണിയലിസത്തോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, പിന്നെ ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയ്ക്കുള്ള ഊന്നൽ. ഇനി അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. ശരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു KM പണിക്കർ. തെറ്റ്. KM പണിക്കർ അല്ല, ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. 1920 നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികളെ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ശരിയാണ്. അപ്പോൾ ഇവിടെ 3 മാത്രമാണ് തെറ്റ്. ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എടുത്തു പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് സംസ്ഥാന പുനഃസംഘടനയും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലിയും അതുപോലെ തന്നെ ആരാണ്? ഹൃദയാനന്ദ കുൻസുവും KM പണിക്കരുമാണ് ഏതിൽ വരുന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനകത്ത് വരുന്നത്. VP മേനോനും മൗണ്ട് ബാറ്റനും സർദാർ വല്ലഭായ് പട്ടേലുമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനകത്ത് വരുന്നത്.
ഇവിടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ആ 2 ടോപ്പിക്ക് അവിടെ അറിഞ്ഞു വെച്ചിരിക്കണം. അതുപോലെ തന്നെ വിദേശ നയം എന്നുള്ള ടോപ്പിക്കും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ഭാഗത്ത് വളരെ ഹോട്ടായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു മാറ്റേണ്ടുന്ന ടോപ്പിക്കാണ്. ഇനി അടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. മിതവാദ കാലഘട്ടം, അതായത് INC-യുടെ കാലഘട്ടത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ മിതവാദ കാലഘട്ടം, മോഡറേറ്റ് കാലഘട്ടം 1885-നും 1905-നും ഇടയിലുള്ള 20 വർഷമാണ്. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ. ഓക്കെ, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ ഏതാണ്, മിതവാദ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇനി തീവ്ര ദേശീയവാദ കാലഘട്ടം അല്ലെങ്കിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം 1905 മുതൽ 1916 വരെ എന്നുള്ളത് പറയുന്നുണ്ട്. ചില ടെക്സ്റ്റിൽ 16 വരെ പറയുന്നുണ്ട്, ചിലയിടത്ത് ഇത് എത്രയാണ് 18 വരെ പറയുന്നുണ്ട്. കാര്യം ഗാന്ധിയൻ കാലഘട്ടം 19 മുതൽ 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം. സോ ഈ ഒരു രീതിയിൽ തന്നെ ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത്. 1905 മുതൽ 1918 വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ തീവ്ര ദേശീയവാദ കാലഘട്ടമായിരുന്നു. ദെൻ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വക്താക്കൾ ലാൽ പാൽ ബാൽ സഖ്യം. എന്താണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നുള്ള ലാൽ പാൽ ബാൽ സഖ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാലും ലാലാ ലജ്പത് റായ് അടങ്ങുന്ന ആ ഒരു സഖ്യമാണ് ഈ തീവ്ര ദേശീയവാദ കാലഘട്ടത്തിലെ വക്താക്കൾ. ഗാന്ധിയൻ കാലഘട്ടം, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെയാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, വക്താവ് എന്ന് പറയുന്നത് ആരാണ്? മഹാത്മാഗാന്ധി ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതും ഒരു ചെറിയ മാച്ച് ദ ഫോളോയിങ് ആണ്. ഞാനത് മാച്ച് ചെയ്ത് തന്നെ നൽകുന്നു. ഇവിടെ സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്, ഫക്കി കലാപം നടന്നതും ബംഗാളിലാണ്, കുറിച്യ കലാപം വയനാട്ടിലാണ്, കിട്ടു ചിന്നമ്മയുടെ നേതൃത്വത്തിലുള്ള കിട്ടു കലാപം നടന്നത് കർണാടകയിലാണ്, മധുരപാണ്ഡ്യൻ എന്നുള്ളത് അതായത് വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ മധുരപാണ്ഡ്യൻ ഏതാണ്? ശിവഗംഗയിലാണ് അദ്ദേഹം കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിച്ചത്. ഓക്കെ, അടുത്തത് ജനാർദൻ ഡെങ്കൻ, അദ്ദേഹമാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചിരിക്കുന്നത്. ആരാണ്? ജനാർദൻ ഡെങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ലിട്ടൺ പ്രഭുവിൻ്റെതാണ് പ്രാദേശിക ഭാഷാ നിയമം, പ്രാദേശിക പത്രഭാഷാ നിയമം ആരുടേതാണ്? ലിട്ടൺ പ്രഭുവിൻ്റെതാണ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ വന്നു പോയിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഔദ്യോഗിക രേഖകളിൽ രാജ്മഹൽ കുന്നുകളിൽ അധിവസിച്ചിരുന്ന ജനവിഭാഗങ്ങൾ ആരാണ്? പഹാരിയാസ് ആണ്. ഓക്കെ, തുടക്കത്തിൽ മുതൽ നമ്മൾ ഏതാണ്? സന്താളുകൾ അധിവസിച്ചിരുന്ന ഒരു മേഖലയായിട്ട് രാജ്മഹൽ കുന്നുകളെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നോക്കിയേ, അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പഹാരിയാസിനെ തോൽപ്പിച്ചുകൊണ്ട് രാജ്മഹൽ കുന്നുകളിൽ അധിവാസം ഉറപ്പിച്ച ജനതയാണ് സന്താളുകൾ. ഇപ്പോൾ സന്താൾ കലാപം നടക്കുമ്പോൾ സന്താളുകൾ എവിടെയായിരുന്നു അധിവസിച്ചത്? രാജ്മഹൽ കുന്നിലാണ്. രാജ്മഹൽ കുന്നുകളിൽ സന്താളുകൾ എത്തുന്നതിന് മുമ്പ് അധിവസിച്ചിരുന്ന ജനവിഭാഗമാണ് പഹാരിയാസ്. ഓക്കെ, ദാമിനി കഹക്ക് ആരുടേതാണ്? സന്താളുകൾ അധിവസിച്ചിരുന്ന ഭൂമിയെ ദാമിനി കഹക്ക് എന്ന പേരിലാണ് പറയുന്നത്. ഇനി സൈന്യത്തിനകത്തെ നിയമങ്ങളും ചട്ടങ്ങളും സംഘടിതമായി ലംഘിക്കുന്നതിനെയാണ് മ്യൂട്ടണി അഥവാ സൈനിക ലഹള എന്ന് പറയുന്നത്. സൈന്യത്തിനകത്തെ നിയമങ്ങളും വ്യവസ്ഥകളും ചട്ടങ്ങളും സൈന്യത്തിനകത്തുള്ളവർ ലംഘിക്കുന്നതിനെയാണ് മ്യൂട്ടണി അഥവാ സൈനിക ലഹള എന്ന് പറയുന്നത്. സ്ഥാപിതമായ അധികാരത്തിനും ശക്തിക്കുമെതിരെയുള്ള ജനതയുടെ സമരത്തെ റിവോൾട്ട് അഥവാ റിബല്യൻ അല്ലെങ്കിൽ കലാപം എന്ന് പറയുന്നു. അപ്പം കലാപം എന്ന് പറയുന്നത് സ്ഥാപിതമായ അധികാരത്തിനെതിരെ ജനത നടത്തുന്ന സമരങ്ങളെ, പ്രക്ഷോഭങ്ങളെ കലാപമെന്നും, സൈന്യത്തിൻ്റെ നിയമങ്ങളെയും ചട്ടങ്ങളെയും സൈന്യം ലംഘിക്കുന്നതിനെയാണ് മ്യൂട്ടണി എന്നും പറയുന്നത്, അഥവാ ലഹള, സൈനിക ലഹള എന്ന് പറയുന്നത്. ഇനി വിദേശികളെ വിശേഷിപ്പിക്കാൻ ഹിന്ദിയിലും ഉറുദുവിലും ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ്
ഫീരങ്കി എന്നുള്ളത് വിദേശികളെ വിശേഷിപ്പിക്കാൻ ഹിന്ദിയിലും ഉറുദുവിലും ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ്. ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണശാലയാണ് ബെൽ ഓഫ് ആംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു സംഭരണശാല ഏത് പേരിൽ അറിയപ്പെടുന്നു? ബെൽ ഓഫ് ആംസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ചോട്ടാ നാഗ്പൂരിലെ കോൾ ഗോത്രവർഗ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗോനു ആണ് നേതൃത്വം നൽകിയത്. ഉത്തർപ്രദേശിലെ ബൗരട്ട് പർഗാനയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷാമൽ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഉത്തർപ്രദേശിലെ ബൗരട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷാമൽ ആണ്. ദൻഗ ഷാ അഥവാ ചെണ്ടയോട് കൂടിയ മൗലവി എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചിൻഹട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു നേതാവാണ് മൗലവി അഹമ്മദുള്ള. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയെന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയെന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ചിൻഹട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മൗലവി അഹമ്മദ് ഉള്ള. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസൺ ബാർക്കർ ആണ്. ഇൻ മെമ്മോറിയം എന്നുള്ള പെയിന്റിങ് ആരുടേതാണ്? ജോസഫ് നയാം പേറ്റന്റേതാണ്. ജോസഫ് നയാം പേറ്റൻ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. അവധില് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കുന്നത് 1801 അവധില് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ, വെല്ലസ്ലി പ്രഭുവിൻ്റെതാണ് സൈനിക സഹായ വ്യവസ്ഥ. ദത്തവകാശ നിരോധന നിയമമാണ് ഡൽഹൌസി പ്രഭുവിൻ്റെത്. ഓക്കെ, മീററ്റിൽ കലാപം ആരംഭിക്കുന്നത് 1857 മെയ് 10 മീററ്റിൽ കലാപം ആരംഭിക്കുന്നത്. ചിൻഹട്ട് യുദ്ധത്തിൽ കലാപകാരികൾ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്നത് 1857 ജൂൺ 30. ഓക്കെ, ഇനി CPO പരീക്ഷയിൽ ചോദിച്ചിരുന്ന ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അവിടെ സൈനിക സഹായ വ്യവസ്ഥയാണ് ചോദ്യമായിട്ട് വന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയത് വെല്ലസ്ലി പ്രഭുവാണെന്നറിയാം. സോ ഇവിടെ ശരിയായ പ്രസ്താവന, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നോക്കിക്കേ, സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി ആണോ? അല്ല. സൈനിക സഹായ വ്യവസ്ഥയിൽ വരുമ്പോൾ നാട്ടുരാജാക്കന്മാരുടെ അധികാരങ്ങളെല്ലാം നഷ്ടമാവുകയാണ്. ആ പ്രദേശത്ത് ഒരു ബ്രിട്ടൻ്റെ സൈന്യം വരുന്നു. ആ സൈന്യത്തെ പരിപോഷിപ്പിക്കണം, ആ സൈന്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ദെൻ അവിടെ ഒരു റെസിഡൻറ്റിനെ സ്ഥാപിക്കുന്നു. മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ കമ്പനിയുടെ അനുവാദം നേടണം. അങ്ങനെ പല നൂലാമാലകൾ അവിടെ ഉണ്ടായിരുന്നു. ആകെ ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഈ രാജ്യത്തിന് ലഭിക്കുന്ന ഗുണം ശത്രു രാജ്യത്തിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പറ്റും എന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി 2, സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. ശരിയാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. തെറ്റ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ശരിയാണ്. അപ്പം ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അപ്പം 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. സോ ബി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ എന്നുള്ളതാണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത്? ഇപ്പം നിസ്സഹകരണ സമരത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അതുപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ, അതുപോലെ തന്നെ ബംഗാൾ ദേശീയ സർവകലാശാല, ഇവയൊക്കെ തന്നെ ഏത് കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പം ബംഗാൾ ദേശീയ സർവകലാശാലയും ജാമിയ മില്ലിയ ഇസ്ലാമിയയും ഏതിൻ്റെ കാലഘട്ടത്തിൽ? നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേശീയ സ്ഥാപനമാണ്. എന്നാൽ ഡൽഹി സർവകലാശാലയും ശാന്തി നികേതനും ഈ ഒരു കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടവയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥാപിക്കപ്പെടാത്തവ, ഉൾപ്പെടാത്തവ ആണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഏതാണ്? ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വന്നത്. ഓക്കെ ആണല്ലോ.
സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഹോട്ട് ടോപ്പിക്കുകളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സോ എടുത്ത് ഞാൻ ചില ടോപ്പിക്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവ കൃത്യമായിട്ടൊന്ന് നോക്കിപ്പോവുക. നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.